വീട്ടമ്മമാരുടെ 71 പവൻ സ്വർണം കവർന്ന കേസിൽ പ്രതികൾ അറസ്റ്റിൽ. ഹരിയാന സ്വദേശികളായ 4 അംഗ സംഘമാണ് ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. ഹരിയാന സ്വദേശികളായ ദിൽബാഗ്, ജിതേന്ദർ, മനോജ്, രാജേഷ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം ഷൊർണൂർ റെയിൽവേ പോലീസ് പിടികൂടിയത്. ഇക്കഴിഞ്ഞ നവംബർ 13-ന് ചെന്നൈ മംഗളൂരു ട്രെയിനിൽ ചെന്നൈയിൽ നിന്നും പട്ടാമ്പിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന തമിഴ്നാട് കാഞ്ചീപുരം ഗോകുൽ നഗറിൽ സതീദേവിയുടെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 17.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് 4 അംഗ സംഘം കവർന്നത്. ബന്ധുവീട്ടിലെ കല്യാണത്തിനായി സതീദേവിയും ഭർത്താവ് വാസുദേവൻ നായരും പട്ടാമ്പിയിലെത്തിയത്. കല്യാണ വീട്ടിലെത്തി ബാഗുകൾ തുറന്നു നോക്കിയപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ച ബാഗ് മാത്രം കാണാതായത് ശ്രദ്ധയിൽപ്പെട്ടത്. ഒടുവിൽ 22 ദിവസത്തിന് ശേഷം ഈ മാസം 5-നാണ് ഷൊർണൂർ റെയിൽവേ പോലീസിൽ ദമ്പതികൾ പരാതി നൽകിയത്. ഇവരിൽ നിന്ന് കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞപ്പോഴാണ് ട്രെയിനിൽ നിന്ന് ബാഗ് പ്ലാറ്റ്ഫോമിലേക്ക് ഇറക്കി വെക്കാൻ സഹായിക്കാൻ 3 പേർ ഉണ്ടായിരുന്നതായി മൊഴി നൽകിയത്. സമാന കേസിൽ മുൻപ് അറസ്റ്റിലായ പ്രതികളുടെ ഫോട്ടോ ദമ്പതികൾക്ക് കാണിച്ചതോടെയാണ് പ്രതികൾ ഇവർ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചത്. നവംബർ 13-ന് 4 അംഗ സംഘം ഇതേ ട്രെയിനിൽ കോഴിക്കോടിൽ നിന്നും മറ്റൊരു ട്രെയിൻ യാത്രക്കാരന്റെ ബാഗിൽ നിന്നും 53.5 പവൻ സ്വർണം മോഷ്ടിച്ചിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് പോലീസ് 4 പേരെയും അന്ന് രാത്രിയോടെ മഡ്ഗോണിൽ വെച്ച് പിടികൂടുകയും സ്വർണം വീണ്ടെടുക്കുകയും ചെയ്തു. പട്ടാമ്പിക്കാരായ ദമ്പതികളുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ പ്രതി ഇവർ തന്നെയാണെന്ന് മനസ്സിലാക്കിയ റെയിൽവേ പോലീസ് ഇക്കഴിഞ്ഞ 11-ന് കോഴിക്കോടെത്തി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി. തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് 17.5 പവൻ സ്വർണം മോഷ്ടിച്ചതും ഇവർ തന്നെയാണെന്ന് പോലീസിന് മൊഴി നൽകിയത്. റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിൽ ഹരിദാസ്, ശശിനാരായണൻ, RPF സ്ക്വാഡ് അംഗങ്ങളായ അജിത് കുമാർ, രജീഷ് എന്നിവർ അടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.